Yes, good afternoon. Good afternoon, sir. Good afternoon, sir. Okay. Yes. Arbichalo. Let us start. Okay, good afternoon, Divya. Yes, sir. Okay. So let us start. Okay. അപ്പോൾ നമ്മൾ preposition ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? We were discussing about the preposition. Am I right? Okay അല്ലേ? Yes. അപ്പോൾ അതിൽ നമ്മൾ വിവിധങ്ങളായ preposition to, in, out, on അങ്ങനെയുള്ള prepositionനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കേൾക്കുന്നില്ലേ? ഇത് ഏത് മൊഡ്യൂളിലാണ്, എത്രാമത്തെ പേജ് ആണെന്നൊന്ന് പറയോ? Yes. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബാലൻസ് ആണ് യൂണിറ്റ് 10. സാർ നമ്മൾ പ്രിപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. കേൾക്കായില്ലേ? സാർ നമ്മൾ ഒഫീഷ്യൽ ലെറ്ററിനെ കുറിച്ചല്ലേ പറഞ്ഞേ? പിന്നെ കുറെ വേർഡ്സും അതിന്റെ ഇംഗ്ലീഷ് മീനിങ്സും ഒക്കെ പേജ് നമ്പർ ഒന്ന് പറയാവോ? വേർഡ്സ് ആണ് പറഞ്ഞത്. ആരെങ്കിലും ഒരാൾ പറ. ഫ്രേസൽ വെർബ്സുകളാണ് പറഞ്ഞത്. ഫ്രേസൽ വെർബ് പ്രിപ്പോസിഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായില്ല. ഇല്ല. പ്രിപ്പോസിഷൻ നമ്മൾ ഒഫീഷ്യൽ ലെറ്റർ ആണ് പിന്നെ ഒഫീഷ്യൽ ലെറ്റർ ആണ് പിന്നെ എടുത്തത്. ഒഫീഷ്യൽ ലെറ്റർ എടുത്ത് ഫ്രണ്ടിലെ ലെറ്റർ എടുത്തു. ഫ്രണ്ടിലെ ലെറ്റർ എടുത്ത് ഫ്രേസൽ വെർബ്സ് എടുത്ത്. ഓക്കെ. റെഡി. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് ഇന്ന് പ്രിപ്പോസിഷനിലേക്ക് കിടക്കാം. ഓക്കെ, ലെറ്റ് us come to preposition. ഓക്കെ. യെസ്. ഓക്കെ, ലെറ്റ് us come to preposition. ഓക്കെ, പ്രിപ്പോസിഷൻ എന്താണ് നിങ്ങൾക്കറിയാം. ടു, ഇൻ, ഔട്ട്, ഓൺ, അണ്ടർ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ സർ? ഇപ്പൊ ഫ്രേസൽ വേർബ്സിന്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് എക്സാമിന് വരുന്ന സമയത്ത് അതിന്റെ മീനിങ് തന്നിട്ട് അതിന്റെ ഇതാണോ നമ്മുടെ അടുത്ത് ചോദിക്കുക? ഇപ്പൊ എന്താ പറയാ, പുട്ട് ഡൗൺ അതിന്റെ ക്വസ്റ്റ്യൻ മോഡല് അടുത്ത ദിവസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ തരും, അതിന് ഡാഷ് ഉണ്ടാവും. ആ ഡാഷിന്റെ അടിയിൽ 3-4 ആൾട്ടർനേറ്റീവ് ആൻസർ കൊടുത്തിട്ടുണ്ടാവും. അതിന് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ പുട്ട് ഔട്ട്, പുട്ട് ഓഫ്, പുട്ടപ്പ് വെച്ച്. അപ്പൊ ഏത് പുട്ട് വെച്ചുകളാണ് വേണ്ടതെന്നുള്ളത് ഫില്ല് ചെയ്യും. ഓക്കെ, കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. യെസ്. ഓക്കെ, റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾ പ്രിപ്പോസിഷനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ടു, ഇൻ, ഔട്ട്, ഓൺ, ഫ്രം. കോമൺ ആയിട്ടുള്ള കുറെ പ്രിപ്പോസിഷൻസ് നമുക്കുണ്ട്. അതാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ കുറെ എക്സെപ്ഷണൽ പ്രിപ്പോസിഷൻ, അത് ചില വേർഡിന്റെ കൂടെ ചില പ്രിപ്പോസിഷൻസ് മാത്രമേ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കും. അത് ചില എക്സെപ്ഷണൽ കേസുകളാണ്. ഇപ്പൊ ഞാൻ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ പ്രിപ്പോസിഷൻസ് നമുക്ക് പറയും. ഒരു എക്സാമ്പിൾ ഞാനിപ്പോ പറയുന്നത് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എന്നെ, ഇതല്ലേ മീ, എന്നെ. അപ്പൊ ടു മീ എന്ന് പറയുമ്പോൾ എന്ത് വരും? എന്നോട്, എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് പറയാം ടു മീ. കറക്റ്റ് ആണ്, ടു മീ. അപ്പൊ ആ മീ എന്നുള്ളത് മാറ്റിയിട്ട് ടു യു, നിങ്ങൾക്ക് നിങ്ങളോട്, ടു ദം അവർക്ക് അവരോട്, അത് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ. യെസ്. അപ്പൊ
അങ്ങനെ നമുക്കത് പറഞ്ഞു പോകാം. യെസ്, അതൊക്കെ കോമൺ ആയിട്ട് വരുന്ന കുറെ പ്രിപ്പോസിഷൻസ്. ഇനി അടുത്ത് ഞാൻ പറയാം വിത്ത് മീ. വിത്ത് മീ എന്നാണെങ്കിലോ എന്റെ കൂടെ, എന്റെ കൂടെ, എന്റെ കൂടെ, എന്റെ കൂടെ, എന്റെ ഒപ്പം. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയൊക്കെ പറയും. ബൈ മീ എന്നാണെങ്കിലോ എന്നാൽ, എന്നാൽ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എന്നാൽ എന്നാൽ. ഇനി ഫ്രം മീ എന്നാണെങ്കിലോ എന്നിൽ നിന്ന്, എന്നിൽ നിന്ന്, ഓക്കെ ഓക്കെ. ഇൻ മീ. ഓക്കെ, എന്നിൽ നിന്ന്. ഇൻ മീ ആണെങ്കിലോ എന്നിൽ, ഓക്കെ, ഇൻ മീ. ഓക്കെ ഓക്കെ ഓക്കെ. ഓൺ മീ ആണെങ്കിലോ എന്റെ മേൽ, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അറ്റ് മീ ആണെങ്കിലോ എന്റെ അടുത്തുനിന്നാണോ, എന്റെ നേരെ, കേട്ടോ. അറ്റ് മീ, എന്റെ നേരെ. ഓക്കെ ഓക്കെ ഓക്കെ. ഫോർ മീ, എനിക്ക് വേണ്ടി, വെരി ഗുഡ്. എബൌട്ട് മീ, എന്നെ പറ്റി, എന്നെ കുറിച്ച്, എന്നെ കുറിച്ച്, വെരി ഗുഡ്. ഓക്കെ. ആഫ്റ്റർ മീ, എനിക്ക് എനിക്ക് ശേഷം, വിത്തൗട്ട് മീ, ഞാനില്ലാതെ, ഞാനില്ലാതെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. യെസ്, ഇതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കുറെ പ്രിപ്പോസിഷൻസ് ആണ്. അതായത് മീ, ടു മീ, വിത്ത് മീ, വിത്ത് ടു, വിത്ത്, ബൈ, ഫ്രം, ഇൻ, ഓൺ, അണ്ടർ, അറ്റ്, ഫോർ, എബൌട്ട്, ആഫ്റ്റർ, വിത്തൗട്ട്. ഇറ്റ്സ് കോമൺ പ്രിപ്പോസിഷൻസ് ദാറ്റ് വി ആർ യൂസിങ് ഇൻ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇത് കൂടാതെ വേറെയും കുറച്ച് പ്രിപ്പോസിഷനെ കുറിച്ച് നമ്മൾ കൂടി അറിഞ്ഞിരിക്കും. അത് റെഫർ എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൂടെ റെഫർ ടു എന്ന് വരുള്ളൂ. അക്കമ്പനി, അക്കമ്പനി, അക്കമ്പനീഡ് ബൈ, ബി വൈ, ബൈ, അക്കമ്പനീഡ് ബൈ. അങ്ങനെ കുറച്ച് വേർഡുകളുടെ കൂടെ അതിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ആരെങ്കിലും ഒരാള്, ആരാണ്? ഹു ഈസ് ദ പേഴ്സൺ? ധൈര്യമുള്ള ഒരാള്. യെസ്, പേജ് നമ്പർ ആരെങ്കിലും പറഞ്ഞു കൊടുത്തേ. യൂണിറ്റ് നമ്പർ 10. യൂണിറ്റ് നമ്പർ 10, പേജ് നമ്പർ 100. 106, 106 അല്ലേ? ഓക്കെ ഓക്കെ. ഫാത്തിമ, ഇതിനകത്ത് ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് നൗൺസ് വിച്ച് യൂഷ്വലി ഓർ ഓഫൺ ഹാവ്. സർ, ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പൊ പേജ് നമ്പർ കണ്ടുപിടിച്ച് കിട്ടിയിട്ടേ ഉള്ളൂ. എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അങ്ങോട്ടൊന്നും നോക്കണ്ട. അതേ ബോർഡ് ഇവിടെ നോക്കി, സ്ക്രീനിലോട്ട് നോക്കി. സ്ക്രീനിൽ കണ്ടില്ലേ? സ്ക്രീന് കണ്ടു, പക്ഷെ എന്താ പറഞ്ഞതെന്ന് ഫസ്റ്റ് ഞാൻ കേട്ടില്ല. അതുകൊണ്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. അതായത് ഈ സ്ക്രീനിൽ കാണുന്നത് വായിച്ചാൽ മതി. ആക്സസ്, ഓക്കെ, ആക്സസ്. ഓക്കെ, അതിന്റെ താഴേക്ക് വായിക്കാം. ഒരു മിനിറ്റ് നോക്ക്. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് നൗൺസ്. ഒരു ലിസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് നൗൺസ് which usually or often have to after the. ഈ വേർഡുകൾ കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു എന്ന് ഉപയോഗിക്കാറുള്ളൂ. ടു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ആക്സസ്, ആക്സസ് ടു. അഡിക്ഷൻ, അഡിക്ഷൻ ടു. അഡിക്ഷൻ കഴിഞ്ഞാൽ അതിന്റെ കൂടെ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വായിക്കുക, താഴേക്ക്. അഡിക്ഷൻ, അദറൻസ്, അലിഗൻസ്, അലർജി, ഓൾട്ടർനേറ്റീവ്, ഓക്കെ. ഇത് ഈ 6 വായിച്ചപ്പോ അതിന്റെ അകത്ത് മീനിങ് അറിയാൻ പാടില്ലാത്ത വല്ല പേടുണ്ടോ? ഡിസ്ലോയൽറ്റി ആണോ? അല്ല, അത് നമുക്ക് വരാം. അത് അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ 6 കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അപ്പൊ അതായത് അഡ്ഹറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം, ആശ്രയം, കേട്ടോ. ആശ്രയിക്കുക, ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ ഓക്കെ. പിന്നെ അത് വിധേയത്വം, കീഴടങ്ങുക. ഓക്കെ, യെസ്. ഇനി ഇപ്പൊ നേരത്തെ വായിച്ചാണ് എല്ലാത്തിനും ടു ഒന്ന് ചേർത്ത് വെച്ച് വായിച്ചേ. ആക്സസ് ടു, അഡിക്ഷൻ ടു, അദറൻസ് ടു, അലിഗൻസ് ടു, അലർജി ടു, ഓൾട്ടർനേറ്റീവ് ടു. ഓക്കെ, ഇനി അടുത്തൊന്ന് വായിച്ചേ. Aversion, attachment, contribution, damage, devotion, disloyal. ഇതിനകത്ത് മീനിങ് കിട്ടാത്ത വല്ല വേർഡുണ്ടോ?
Disloyalty. ഡിസ്ലോയൽറ്റി. ലോയൽറ്റി എന്നൊരു ഡിസ്ലോയൽറ്റി. ആ നെഗറ്റീവ്, വിശ്വസ്തതയില്ലായ്മ. പിന്നെ വേറെ ഒരു പേരുണ്ട് ഈ 6 വേർഡിൽ. വിശ്വസ്തത ഇല്ലായ്മയാണോ? ആ അല്ല, ലോയൽറ്റിയുടെ ഓപ്പോസിറ്റ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് അവേർഷൻ. അവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുപ്പ്, താല്പര്യമില്ലായ്മ, വെറുപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി, ഇനി അതൊക്കെ 2 വെച്ചൊന്ന് വായിച്ചേ. Aversion to പ്രിഫൈസ്, attachment റെഫറൻസ്, റെലവൻസ്, റീപ്ലേ. നേരത്തെ വായിച്ചാണ് അവേർഷനൊക്കെ 2 വെച്ച് വായിച്ചു. അവേർഷൻ ടു, aversion to, attachment to, contribution to, damage to, devotion to, disloyalty to. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് നേരത്തെ വായിച്ചാണ് വായിച്ചു. ഓക്കെ ഓക്കെ. പ്രിഫേസ് വായിച്ചു. Sir, excuse me. പ്രിഫൈസ്, റെഫറൻസ്, Sir, റെലവൻസ്, ആ റിപ്ലൈ, റിപ്ലേ, റെസിസ്റ്റൻസ്, റിട്ടേൺ. റെസിസ്റ്റൻസ്, റിട്ടേൺ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അതിന്റെ അകത്ത് നമുക്ക് മീനിങ് ഇല്ലാത്ത ഒരു വേർഡുണ്ടോ? പ്രിഫൈസ് എന്താ സാർ? പ്രിഫേസിൽ ആമുഖം, പ്രിഫൈസ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ആമുഖം. ആമുഖം പ്രിഫേസ് പുസ്തകത്തിലേക്ക് ഫ്രണ്ടില് വരുന്നൊരു പേജില് ആമുഖം. ഓക്കെ. റെലവൻസ് എന്ന് പറഞ്ഞാല് പ്രസക്തി. ഓക്കെ. എന്താ? പ്രസക്തി, പ്രസക്തി, ഫെയിം, അതിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇമ്പോർട്ടൻസ്. ഓക്കെ ഓക്കെ. ഇനി എല്ലാരും 2 ചേർത്തൊന്ന് വായിച്ചേ. ടു പ്രിഫൈസ്, ടു റെഫറൻസ്, ടു റെലവൻസ്. അമൃത പ്രിഫേസ് കഴിഞ്ഞിട്ട്. ഓക്കെ. പ്രിഫറൻസ് ടു, റെഫറൻസ് ടു, പ്രിഫൈസ് ടു എന്നല്ലേ വരിക? refers to, relevance to, reply to, resistant to, return to. ഓക്കെ 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 ഓക്കെ. റെഡി റെഡി റെഡി. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തൊരാള് വേറെ കുറച്ചും കൂടി ഇവിടെ ഉണ്ട്. അടുത്തൊരാള് ഒരു 3, 3, 6, 9 ഓടി ഒന്ന് വായിച്ചേ. 2 വെച്ചിട്ടുള്ളത്. Answer, answer, antidote, approach, exception, immune, introduction, solution, സൊല്യൂഷൻ, witness. വിറ്റ്നസ്. ഇതിനകത്ത് മീനിങ് അറിയാൻ പറ്റുന്ന വാക്കുണ്ടോ ശ്രുതി? Antidote. Antidote. അത് പ്രതിവിധി, പ്രതിവിധി കേട്ടാ, റെമഡി, പരിഹാരം, പ്രതിവിധി. ഓക്കെ. പിന്നെ ഇല്ല, വേറെ ഇല്ല. വേറെ ഇല്ല. പിന്നെ എല്ലാവരും 2 വെച്ചിട്ട് പറഞ്ഞേ. Answer to, Answer to, ആൻസർ ടു, antidote to, approach to, exception to, immune to, introduction to, solution to, threat to, witness to. വിറ്റ്നസ് ടു, വിറ്റ്നസ് ടു. അപ്പൊ ഇത് ഇടക്കിടക്ക് ഒന്ന് വായിച്ചോണ്ടിരുന്നാൽ മതി, അപ്പൊ കിട്ടുമത്. ഇനി അടുത്തൊരാള് ആരാണ്? ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് ദ ദിവ്യ. ഓക്കെ അല്ല, ദിവ്യ അല്ലേ? ദിവ്യ. ഓക്കെ. Here is a list of nouns which usually and often have 4. അപ്പൊ ഈ വേർഡുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉപയോഗിക്കേണ്ടത്? 4 ആണ് ഉപയോഗിക്കേണ്ടത്. 4. Yes, പറഞ്ഞു. admiration, sir, ഒരു ഡൗട്ട്. കഴിഞ്ഞ 2 വെച്ചിട്ടുള്ള ആ നൗണിൽ വന്നിട്ട് ഡിസ്ലോയൽറ്റി ആണോ ഡിസ്ലോയൽറ്റി എന്നാണോ? അതിന്റെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ അത് തന്നെയാണോ സ്പെല്ലിംഗ്? ഞാൻ തിരുത്തിയത് പറയാം കേട്ടോ. വേറെ ഹലോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് 1-2 കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഞാൻ തിരുത്തി തന്നേക്കാം, തിരുത്തി പറഞ്ഞേക്കാം ലാസ്റ്റ് ഒരുമിച്ച്. വേറെ 1-2 കിടപ്പുണ്ട്. ഓക്കെ. സിമ്പതിയിൽ കിടപ്പുണ്ട്, പിന്നെ റിപ്ലൈയിൽ കിടപ്പുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അത് കറക്റ്റ് ചെയ്യാം. യെസ്. ഇതൊന്ന് വായിച്ചു. വായിച്ചു. admiration, കാണുന്നില്ല എനിക്ക്. admiration, appetite, aptitude,
substitute, ഉം. bid, craving, credit, cure, demand. ഓക്കെ ഈ ഇത്രയും വേർഡിന്റെ മീനിങ്ങില് അറിയാൻ പാടില്ലാത്ത വല്ലതുണ്ടോ? ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സാമർഥ്യം. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് വരാറില്ലേ? സാമർഥ്യം. Second one എന്താണ് sir? Aptitude. എന്തോ Second one. അപ്പിറ്റൈറ്റ്. ബിഷപ്പിനോട് താല്പര്യം. അപ്പിറ്റൈറ്റ്. Okay. Bid, craving, ബിഡ് എന്ന് പറഞ്ഞാൽ ലേലം. ബിഡ്. craving, ഡിസയർ, ആഗ്രഹം, ആശ, ആഗ്രഹം. ഓക്കെ. ഇനി എല്ലാവരും ഫോർ വിളിച്ചെന്ന് പറഞ്ഞേ. Admiration for, appetite for, aptitude for, substitute for, bid for, craving for, credit for, cure for, demand for. ഓക്കെ. ഇനി അടുത്തൊരു ടേബിൾ പറഞ്ഞ ഡിസൈനോട് താഴേക്ക്. desire, dislike, hunger, love, quest, recipe, regard. ഓക്കെ. ഇതിനകത്ത് അർത്ഥം അറിയാൻ പാടില്ലാത്ത വേർഡുണ്ടോ? ട്വിസ്റ്റ് എന്ന് പറഞ്ഞാല് തൃഷ്ണ, ഒരു ആഗ്രഹം, അടക്കാനാവാത്ത ആഗ്രഹം. അതിനൊക്കെയാണ് എന്നൊക്കെ പറയാം. യെസ്. ഓക്കെ. ഇനി അടുത്തത് പിന്നെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പ്രൊവിഷൻ സ്റ്റോർ എന്ന് പറയാനായിട്ടല്ലേ നമുക്ക് ആഹാര സാധനം, പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന പ്രൊവിഷൻസ്. അപ്പൊ ഫുഡ് ഐറ്റംസ്, ആഹാര സാധനങ്ങൾ. ഓക്കെ. റിഗാർഡ് മീൻസ് പരിഗണിക്കുക, കൺസിഡർ. ക്വസ്റ്റ് എന്തായിരുന്നു? ക്വസ്റ്റ് മീൻസ് ഡിസയർ, സ്ട്രോങ് ഡിസയർ, ശക്തമായ ആഗ്രഹം. ഓക്കെ. പിന്നെ അന്വേഷണം, സെർച്ച് എന്നുണ്ടെങ്കിൽ പറയാം. യെസ്. ഓക്കെ. ഇനി എല്ലാവരും ഫോർ വെച്ച് പറഞ്ഞേ. ഡിസയർ ഡിസ്ലൈക്ക് ടു ഹങ്കർ ഫോർ അല്ലേ സർ? ഡിസയർ ഫോർ, ഡിസ്ലൈക്ക് ഫോർ, ഹങ്കർ ഫോർ, ലവ് ഫോർ, നീഡ് ഫോർ, പ്രൊവിഷൻ ഫോർ, ക്വസ്റ്റ് ഫോർ, റെസിപ്പി ഫോർ, റിഗാർഡ് ഫോർ. ഓക്കെ. ഈ അടുത്തൊരാള് റെമഡി പോലുള്ള അടുത്തൊരാള് പറഞ്ഞേ. remedy, respect, responsibility, room, search, sympathy, knowing, taste, twist. ഓക്കെ. അതിനകത്ത് നിങ്ങൾക്ക് അർത്ഥം അറിയാൻ പാടില്ലാത്ത വേർഡ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ടേസ്റ്റ് ദാഹം, ടേസ്റ്റി ഇതല്ലേ ദാഹമുള്ള. ഓക്കെ. ഇനി അതെല്ലാം ഫോർ വെച്ചെന്ന് പറഞ്ഞേ. Remedy for, respect for, responsibility for, room for, search for, sympathy for, synonym for, taste for, thirst for. ഒന്ന് ടേസ്റ്റ് ആണ്, അടുത്തത് ടേസ്റ്റ് ആണ്. ദാഹം. ഓക്കെ. ഇനി here is another word. Okay, here is a list of nouns which usually or often have on. ഇനി ഉള്ളതിൽ on ആണ് ചേർക്കേണ്ടതാണ് on. ഓക്കെ. അടുത്തൊരാള് assault, attack, ban, claim, comment. ഓക്കെ. അതിന്റെ അത് അർത്ഥം അറിയാൻ പാടുന്ന വേർഡ് എന്താ? അസോൾട്ട്. അറ്റാക്ക്, ആക്രമിക്കുക, ആക്രമണം. യെസ്. ഇനി എല്ലാത്തിനും ഒരു ഓൺ ചേർത്ത് പറഞ്ഞേ. assert on, നിരോധിക്കുക. ഓക്കെ. attack on, ban on, claim on, comment on. യെസ്. കമന്റോ. അടുത്തൊരാള് അടുത്ത ടേബിൾ വായിച്ചേ. concentration, curd, dependence, effort, hold. ഓക്കെ. അതിനകത്ത് കിട്ടാത്ത വാക്ക് ഇനി ഒന്നുകൂടി വായിച്ചു. കോൺസെൻട്രേഷൻ on, curb on, dependence on, effort on, hold on. ഇതിനകത്ത് നിങ്ങൾക്ക് അർത്ഥം അറിയാൻ വേണ്ടുണ്ടോ?
കർബ്. CO തടസ്സം. തടസ്സം. ഓക്കെ ഓക്കെ. ഓബ്സ്റ്റക്കിൾ തടസ്സം. യെസ്. തടസ്സം, കടിഞ്ഞാൺ അങ്ങനെയൊക്കെ പറയും. ഓക്കെ. ഇനി അടുത്ത വേർഡ് അടുത്താണ് വായിച്ചേ. Insistence. Reliance, reflection, tax. ഓക്കെ ഓക്കെ പറയൂ. Insistence on, reflection on, reliance on, tax on. Restriction on and tax on. Okay. Tax on goods and services. Okay. ഇതിന്റെ അകത്ത് മീനിങ് കിട്ടാത്ത പോലെ വേണ്ട ചലനത്തില് ഇൻസിസ്റ്റൻസ്. അത് നിർബന്ധിക്കുക. ഫോഴ്സ് ചെയ്യുക. യെസ്. റിലയൻസ് വിശ്വാസം. ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് ലാസ്റ്റത്തെ സിമ്പതി എന്നുള്ളത് ഒഴിവാക്കുക. അത് വേണ്ട. ബാക്കിയുള്ളത് വായിച്ചാൽ മതി. Here is a list of nouns which usually or often have with after them. അടുത്തൊരാൾ വന്നേ. Affinity, collision, connection, contrast, correspondence, date. ഓക്കെ. ഇത് ഈ 6 എണ്ണത്തില് അർത്ഥം അറിയാൻ പോലെ വല്ല വീടുണ്ടോ? അഫിനിറ്റി എഗ്രിമെന്റ്, യോജിപ്പ് കേട്ടോ. അഫിനിറ്റി. കൊളീഷൻ സംഘടനം. രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊലീഷൻ എന്ന് പറയാറില്ലേ, സംഘടനം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ. ഏറ്റുമുട്ടൽ. ഓക്കെ, ഏറ്റുമുട്ടൽ. ഇനി അതെല്ലാം വിത്ത് വെച്ച് പറഞ്ഞേ. Affinity with, collision with, connection with, contrast with, correspondence with, date with. ഓക്കെ. കോൺട്രാസ്റ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ്, വിപരീതം. ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ, ഓപ്പോസിറ്റ്. ഓക്കെ. ഇനി അടുത്തൊരാള് ഡീലിങ്സ്. Dissatisfaction, encounter, familiarity, identification, intimacy. ഇന്റിമസി. അതിന്റെ അത് നമുക്ക് മീനിങ് കിട്ടാത്ത വല്ല വേർഡുണ്ടോ? സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ തൃപ്തിയില്ലായ്മ. വെരി ഗുഡ്. ഓക്കെ. ഇന്റിമസി നമ്മൾ പറയാറില്ല, ഞാനും അവളും തമ്മിൽ അവരുടെ ഭയങ്കര ഇന്റിമസി എന്ന് പറയുന്നത് അടുത്ത ബന്ധം. അറ്റാച്ച്മെന്റ് ആണ് ഇന്റിമസി. അറ്റാച്ച്മെന്റ്. ആത്മബന്ധം. യെസ്. ഈ ഡീലിങ്സ്. Dealings with, dissatisfaction with, encounter with, familiarity with, identification with, intimacy with. ഇനി അടുത്ത് നമുക്ക് ഇൻവോൾവ്മെന്റ് വിത്ത്, ലിങ്ക് വിത്ത്, കോറൽ വിത്ത്, റിലേഷൻഷിപ്പ് വിത്ത്. ഇൻവോൾവ്മെന്റ് ഉൾപ്പെടുക. ലിങ്ക്, വഴക്ക്. കോറൽ. ഐ കോറൽ വിത്ത് മൈ ഡോട്ടർ. റിലേഷൻഷിപ്പ്, നേരത്തെ പറഞ്ഞ ബന്ധം. ഓക്കെ. സിമ്പതി വേണ്ട. ഓക്കെ. അപ്പോ ഇത് വഴക്ക്. കോറൽ മീൻസ് വഴക്ക്. വഴക്കിടുക. യെസ്. അപ്പൊ ഇത് ഇടയ്ക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേക്കാം. അത് വായിച്ചു നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. യെസ്. ഓക്കെ. ഇനി ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേറൊരു ആക്ടിവിറ്റി പറഞ്ഞേക്കാണ്. നിങ്ങള് ഇതിൻ്റെ അകത്ത് ഞാനൊരു സ്റ്റോറി, നമുക്ക് പരിചയമുള്ളൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും ഓരോ ലൈൻ വായിച്ചിട്ട് എ സ്റ്റോറി ഈസ് ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് ഓർഡർ. Rewrite the story in the proper sequence. അപ്പൊ റസീന, ഇതിന്റെ അകത്തുള്ള ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചേ. Once a crow was sitting on the branch of a tree and eating of a bun. ഫസ്റ്റ് സെന്റൻസ് വായിച്ചാൽ മതി. First sentence. The fox
flattered the crow by saying that the cow's voice was wonderful. ഓക്കെ, അതിനർത്ഥം എന്താണ്? മീനിങ് എന്താണ്? സാർ അവിടെ കൗസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്നല്ലേ എഴുതാം. fox ക്രോയോട് പറഞ്ഞു നിന്റെ സൗണ്ട് കേൾക്കണം, നിന്റെ സൗണ്ട് നല്ല മധുരമുള്ള സൗണ്ടാണ് പറ്റിച്ചു. The fox flattered. Flatter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകഴ്ത്തി പറയുക. പുകഴ്ത്തി പറയുക. പുകഴ്ത്തി പറയുക. The fox കുറുക്കൻ flattered the crow by saying. ക്രോവിനെ കാക്കയെ പുകഴ്ത്തി പറഞ്ഞു. Saying ഇങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെ? അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് CROW. Crow's voice was wonderful. ക്രോയുടെ ശബ്ദം വളരെ ഭംഗിയുള്ളതാണ് പറഞ്ഞുകൊണ്ട് എഴുതി. ഓക്കെ, ഇനി അഫീന രണ്ടാമത്തെ സെന്റൻസ് വെച്ച്. അഫീഫ. A fox saw the bun in the break of the crow and got an idea. അതിന്റെ മീനിങ് എന്താണ്? ആ ഫോക്സ് കുറുക്കൻ കണ്ടു അവയുടെ ചുണ്ടിലൊരു ബൺ കണ്ടു. ബണ്ണിരിക്കുന്നത് കണ്ടു അതിന്റെ ചുണ്ടില്. അപ്പൊ പെട്ടെന്ന് കുറുക്കൻ ഒരു ഐഡിയ തോന്നി. അടുത്തൊരാള് ഹർഷ ഹനീഷ്. മൂന്നാമത്തെ സെന്റൻസ് വെച്ച്. ഇല്ല ഇല്ല അനീഫ, ഇതില്ല ഇല്ല ഇല്ല തന്നതിനുള്ളതല്ല, ഇത് ആക്ടിവിറ്റിയാണ്. ഓക്കെ, വായിക്കട്ടാ? വായിച്ചു വായിച്ചു വായിച്ചു. The bun fell down from the crow's beak. The fox ran away with it. ബണ്ണ് തറയെ വീണപ്പോഴത്തേക്ക് ഫോക്സ് അത് എടുത്തോണ്ട് ഓടി. Once a crow was sitting on the branch of a tree and eating a bun. ഒരു കാക്ക മരക്കൊമ്പിലിരിക്കുകയായിരുന്നു ബണ്ണ് കഴിച്ചുകൊണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി അഞ്ചാമത്തെ സെന്റൻസ് ആയിരുന്നു വെച്ച്. He requested the crow to sing a song and the crow started singing. He requested the crow to sing a song. പാട്ട് പാടാൻ പറഞ്ഞു. അത് crow started singing. നിങ്ങൾ നേഴ്സറി കുട്ടികൾക്ക് നിങ്ങൾ ഇതേപോലെ ഒരു കഥ ജംബിൾഡ് ഓർഡറിൽ കൊടുത്തു. അതിന്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അവരോട് ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറയണം. അപ്പൊ ചിലപ്പോ നിങ്ങൾ ഇതിനകത്ത് വേണ്ടത്, നിങ്ങൾ ആ ഓർഡർ മനസ്സിൽ വിചാരിക്കുക. ആദ്യം 2, പിന്നെ 1, പിന്നെ 4, അങ്ങനെ ആ ഓർഡർ മാത്രം നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒന്ന് കുറിച്ച് വെക്കുക. ഓർഡർ മാത്രം. ഫസ്റ്റ് സെന്റൻസ് ഏതായിരിക്കണം, സെക്കൻഡ് സെന്റൻസ് ഏതായിരിക്കണം, തേർഡ് സെന്റൻസ്, അങ്ങനെ എല്ലാ മീനിങ്ങും നമുക്ക് പിടികിട്ടി. ഇനി എങ്ങനെയാണ് അതിന്റെ കഥ, ആ ഓർഡർ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളതൊന്ന് കുറിച്ച്. ഫസ്റ്റ് സെന്റൻസ് ഞാൻ ചോദിക്കട്ടെ. ഫസ്റ്റ് സെന്റൻസ്, സെക്കൻഡ് സെന്റൻസ് എത്രാമത്തെ, തേർഡ് സെന്റൻസ് എത്രാമത്തെ, ഫോർത്ത് സെന്റൻസ് എത്രാമത്തെ? ഓക്കെ ഓക്കെ, അത് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കടലാസ്. ഓക്കെ ഓക്കെ, ഡൺ. വെരി ഗുഡ് വെരി ഗുഡ്. ദിവ്യക്ക് കിട്ടിയ ഓർഡർ ഒന്ന് പറഞ്ഞേ. 4 4 2 1 5 3 2 1 5 3. അപ്പൊ ദിവ്യക്ക് കിട്ടിയിരിക്കുന്നത് 4, പിന്നെ 2, പിന്നെ 1, പിന്നെ 5, പിന്നെ 3. ഇതാണ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും വേറെ ആർക്കില്ല കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അതന്നാണ് കിട്ടിയത്. അതന്നെ കിട്ടിയത്. ഏതാണ് കിട്ടിയത്? ഓക്കെ ഓക്കെ, 4 2 1 5 3. ഓക്കെ 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 യെസ് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കറക്റ്റ് ആണ്. 4 2 1 5 3. ഓക്കെ, ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ.
ഇനി എനിക്ക് ആരെങ്കിലും ഒരാളുടെ സഹായം വേണം. ഹു ഈസ് റെഡി ടു കം ഫോർവേഡ്? ഞാൻ. വെരി ഗുഡ്. ഹു ഈസ്? ആരുടെ പേരെന്താണ്? അമൃത. അമൃത. അമൃത, ഞാൻ അമൃതനോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ പോയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ആൻസർ അമൃത പറയുന്നു. ഓക്കെ. അമൃത ആ ഉത്തരം പറയുമ്പോൾ അമൃത ഒരു കൂട്ടുകാരിയെ കൂടി വിളിച്ചു, ആരെങ്കിലും ഒരാളെ കൂടി വിളിച്ചു. അത് വേണം. ഞാൻ വരാം. ആ ഓക്കെ. അപ്പൊ റസീന ഉണ്ട്, അമൃത ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, രണ്ടുപേരോട് ചോദിക്കുന്നു. ഒരു 45 സെക്കൻഡ് ഉത്തരം പറയാൻ തരാം. ആ 45 സെക്കൻഡിന്റെ ഉള്ളിൽ ഉത്തരം പറഞ്ഞില്ല എങ്കിൽ ബാക്കിയുള്ള ആർക്കും ഉത്തരം പറയാം. ഓക്കെ. ഓൾ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് വിത്ത് ഓണം, ഓണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വെരി സിമ്പിൾ ആൻഡ് വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തു. അപ്പൊ എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ചോദ്യം പിടികിട്ടുന്നുണ്ടോ എന്ന് അറിയാവുന്നതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം അതിന്റെ ഇപ്പൊ മ്യൂട്ട് ചെയ്തു, ഞാൻ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് പണ്ട് ഒരിക്കലും ഒരു കുട്ടിയോട് ചോദിച്ചു, കുട്ടിക്ക് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു, റൈറ്റ് 10 സെന്റൻസ് അബൌട്ട് കൗ. കൗവിനെ കുറിച്ച് ഒരു 10 വാചകം എഴുതുക, 10 മാർക്ക്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ കുട്ടി അതിനകത്ത് ഫസ്റ്റ് വാചകം എഴുതി, രാവിലെ തന്നെ അമ്മ എന്റെ വീട്ടിലെ പശുവിനെ തൊഴുത്തിൽ നിന്നഴിച്ച് തെങ്ങിൽ കിട്ടുന്നു. ഫസ്റ്റ് വാചകം അത് എഴുതി. രണ്ടാമത്തെ വാചകം കുട്ടി എഴുതി, തെങ്ങ് ഒറ്റത്തടിയായിട്ട് വളരുന്നൊരു വൃക്ഷമാണ്. മൂന്നാമത്തെ വാചകം എഴുതി, തെങ്ങിന്റെ മുകളില് ഓലമടല്, തേങ്ങ എന്നിവയുണ്ട്. അടുത്ത വാചകം എഴുതി, തേങ്ങ ഒരു നല്ലൊരു ആഹാര പദാർത്ഥമാണ്. തേങ്ങയുടെ തൊണ്ടുകൊണ്ട് നമുക്ക് ചകിരി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അടുത്ത സെന്റൻസിൽ ചകിരി കൊണ്ട് ധാരാളം കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരു 9 വാചകം കൂടി എഴുതി. 10ാമത്തെ വാചകം എഴുതി, വൈകുന്നേരമാകുമ്പോൾ അമ്മ പശുവിനെ തെങ്ങിൽ നിന്നഴിച്ച് തൊഴുത്തിൽ കിട്ടുന്നു. അപ്പോ റസീനയാണ് ഈ പേപ്പർ നോക്കുന്ന ടീച്ചർ എന്ന് വിചാരിക്കും. ഈ കുട്ടിക്ക് എത്ര മാർക്ക് കൊടുക്കും? കുട്ടിക്ക് ഒരു 5 ഔട്ട് ഓഫ് 5 ഒരു 3 മാർക്ക് കൊടുക്കും. ഔട്ട് ഓഫ് 5 അല്ല, ഔട്ട് ഓഫ് 10 ആണ്. 10 സെന്റൻസ് എഴുതാൻ പറഞ്ഞു. ഇതാണ് കുട്ടി എഴുതി വെച്ചിരിക്കുന്നത്. ചോദ്യമായിരുന്നു, റൈറ്റ് 10 സെന്റൻസ് അബൌട്ട് കൗ. ഒരു 7 കൊടുക്കും. 7 കൊടുക്കും. ഓക്കെ. ഇനി ഞാൻ ദിവ്യയാണെങ്കിൽ എത്ര മാർക്ക് കൊടുക്കും? ഞാനാണെങ്കിൽ 1 മാർക്ക് കൊടുക്കുള്ളൂ. ഞാൻ 2 മാർക്ക് കൊടുക്കും. ഞാനാണെങ്കിൽ 9 മാർക്ക് കൊടുക്കും. കാരണം കുറച്ച് റിപ്പീറ്റ് ചെയ്ത ഒരു ലൈൻ മാത്രമല്ല റിപ്പീറ്റ് ചെയ്ത് എഴുതിയുള്ളൂ, ബാക്കി എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ എഴുതിയില്ല. 7 മാർക്ക് കൊടുക്കുന്നത് അതിന്റെ ഹാൻഡ് റൈറ്റിംഗ്, ആശയം, പിന്നെ അങ്ങനെ ചോദ്യത്തിലുള്ള സാധനങ്ങളൊന്നും ഇല്ല എങ്കിലും കുഞ്ഞല്ലേന്ന് ചോദിച്ചല്ലേ. അപ്പൊ കീർത്തിയുടെ 10 മാർക്ക് കൊടുക്കുന്നതാണ് പറയുന്നത്. മിനിമോള് 3 മാർക്ക്. യെസ്, എന്തായാലും 1-2 മാർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാല് പശുവിനെ കുറിച്ച് ചോദിച്ചിട്ട് പശുവിനെ കുറിച്ചല്ലല്ലോ എഴുതിയത്. അതൊരു പോയിന്റാണ് പറഞ്ഞത് അല്ലേ? ഞാൻ 2 മാർക്ക് കൊടുക്കും. 2 പോയിന്റ് പറഞ്ഞത് പശുവിനെ കുറിച്ച്. എന്നിട്ട് ഞാൻ 7 മാർക്ക് കൊടുത്തിട്ട് സെപ്പറേറ്റ് എഴുതി വെക്കും. ഇപ്പൊ ചോദിച്ചതിനുള്ള ഉത്തരം ഇല്ലെങ്കിലും നിന്റെ ആശയത്തിനാണ് ഞാൻ എത്ര മാർക്ക് തന്നെന്ന് എഴുതി. വേറൊരു കേസ് കൂടിയിട്ട്, റസീന അധ്യാപികയാവും പഠിപ്പിക്കാൻ ചെല്ലുമ്പോ അല്ലെങ്കിൽ പേപ്പർ നോക്കാൻ ചെല്ലുമ്പോ ഒരു ആൻസറിന്റെ ആൻസർ കീ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പേപ്പർ നോക്കുന്നത്. ആൻസർ കീ ഉണ്ടാവും, ഒരു ആൻസർ കീ. അപ്പൊ ആൻസർ കീയില് പോയിന്റുകൾ എഴുതിയിട്ടുണ്ടാവും. ഇന്ന പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻസർ കീ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഉണ്ടെങ്കിൽ അതിനുള്ളൊരു പോയിന്റ് കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ് ചോദ്യം, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ചോദ്യത്തിലേക്ക് നമ്മൾക്ക് മറുപടി പറയാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആ ഒരു ഐഡിയ ആണ് ഉദ്ദേശിച്ചത്.
ഞാനൊരു ചോദ്യം ചോദിക്കുന്നതിന് മലയാളം ഒന്നും പറയുന്നില്ല, ഒറ്റ പ്രാവശ്യമേ പറയുന്നുള്ളൂ. ആവശ്യപ്പെട്ട ഒന്നുകൂടി പറയുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ പറയുന്നു. ഓക്കെ, വെരി സിമ്പിൾ ആൻഡ് വെരി ഹംബിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, അത് പറയട്ടെ. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ദിവ്യ പറഞ്ഞേക്കാൻ 2 മാർക്കുണ്ട്. 2 സെന്റൻസ് ഉള്ളൂ, അതിന് പിന്നെ 2 മാർക്ക്. ഫസ്റ്റ് സെന്റൻസ് ലാസ്റ്റ് സെന്റൻസും കവിനെ കുറിച്ചാണ്. സോ ഐ വിൽ ഗിവ് 2 മാർക്ക്. ഓക്കെ 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 ഓക്കെ, ശരി. Ready? Okay. So I am going to ask you one question. This question, first question. Which state is known for the festival of Onam? Kerala. Kerala. Yes. Okay. The correct answer is Kerala. Okay. Very good. Second question. The name of the king associated with the legend of Onam. Mahabali. Okay. Very good. Correct. Very good. Mahabali. Okay. Third question. Okay. Mahabali. Okay. Which month in Malayalam calendar does Onam fall under? Chingam. Okay. Very good. Very good. This is simple. ചോദിക്കാൻ പാടില്ലായിരുന്നു. അടുത്ത പ്രാവശ്യം ആവട്ടെ. Next question. Which avatar of Vishnu is associated with the legend of Vamanan. Vamanan. Correct answer. Correct answer. Yes. Next question. The traditional floral decoration made during Onam. Attapookalam. Okay. Pookalam. Yes, very good. Correct answer. Yes. Okay. Next question. The traditional feast served during Onam. Sadhya. Yes. Okay. Last question. Very simple question. Last question. How many days? 10 days. Traditionally 10 days. Okay. അപ്പൊ ചോദ്യത്തിന്റെ സ്റ്റാൻഡേർഡ്സ് കുറഞ്ഞു പോയി, അതുകൊണ്ട് നിങ്ങൾ തകർക്കരുത് കേട്ടോ. അല്ല സാർ, ഓണത്തിനെ കുറിച്ച് ചോദിച്ചെന്നാണ് ഇത്രയും പറഞ്ഞത്. എല്ലാവർക്കും അറിയാലോ. കറണ്ട് അഫയേഴ്സ് വല്ലായിരുന്നെങ്കിൽ ഓടിയേനെ. ഓക്കെ. അപ്പൊ 2 പേർക്ക് റസീനയും അതിനോടൊപ്പം തന്നെ ആരായിരുന്നു? ദിവ്യ. അമൃത. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ഓക്കെ, എല്ലാരും പറഞ്ഞോട്ടെ. താങ്ക് യു സാർ. ഞാൻ സാറിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞ് തീർക്കാൻ സമ്മതിച്ചിട്ടില്ല. ഓക്കെ. വെരി ഗുഡ്. അത് അത്രയ്ക്ക് നല്ല എബിലിറ്റി ഉള്ള കുട്ടികളല്ലേ. യെസ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. ഇനി അടുത്ത 2 പേര് ആരൊക്കെ? 2 പേര് സെയിം ക്വസ്റ്റ്യൻസ് അബൌട്ട് ഓണം. ഓക്കെ, അപ്പൊ ഒന്ന് അനൂപ്, അടുത്തത് ശ്രുതി. ഓക്കെ. അപ്പൊ ശ്രുതി ഉണ്ട്, അനൂപ് ഉണ്ട്. ഓക്കെ, യു പ്ലീസ് ഗെറ്റ് റെഡി. ഓക്കെ, സിമ്പിൾ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാവുന്ന. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. That dance form popularly performed by women during Onam. തിരുവാതിര. Very good. Correct answer. Tiruvathira. Next question. The most consumed fruit, FRUIT, fruit during Onam season. പഴം. Yes, correct answer. Banana. Okay. Banana. Sheri, okay. Correct answer. You are right. Correct answer. Yes. Well, next question. The previous day to Thiruvanam is known as dash. Uttradam.
ഉത്രാട പൂനിലാവേ. വെരി ഗുഡ്, വെരി ഗുഡ്. ശരി, ഓക്കെ, കറക്റ്റ് ആണ് പറഞ്ഞത്. ഉത്രാട, കറക്റ്റ് ആൻസർ. യെസ്, ഉത്രാടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The term used for new clothes worn, WORN. ഓണക്കോടി. Yes, very good answer, very good answer, correct answer. Very good, very good. Next question. That is also very simple. Which art form performed during Onam involved dances painted as Leo? ആ പണിക്ക് പോയപ്പോ തന്നെ അഞ്ചുത്തിലും പറഞ്ഞു പുലികളി എന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, then next question. The traditional song sung during വള്ളപ്പാട്ട്. വഞ്ചിപ്പാട്ട്. Yes. വഞ്ചിപ്പാട്ട് ശരിയാണ്. ഓണപ്പാട്ട് sung during വള്ളംകളി. വള്ളംകളിക്കാൻ വരുമ്പോ വഞ്ചിപ്പാട്ട്. ഓക്കെ, ഓണപ്പാട്ടല്ല, വഞ്ചിപ്പാട്ട്. ഓക്കെ 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 ഓക്കെ. യെസ്, then the last question. Which day marks, MARKS, marks the start of Onam? അത്തം. അത്തം ഒന്ന്. Okay, okay, okay. പത്തിന് തിരുവോണം. Oh, okay, correct, correct. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? Which day? സ്റ്റാർട്ടല്ലേ ചോദിച്ചത്? Which day marks, MARKS, the start of Onam? Yes. ഏത് ദിവസമാണ് ഓണം ആരംഭിക്കുന്നത്? It is started with the day of Okay, okay. അത്തം ഒന്ന്. യെസ്. അപ്പോ രണ്ടാമത്തെ ടീമിനും അഭിനന്ദനങ്ങൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓണവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് എല്ലാവരും ഈ 63 പേരും എന്താ പറയാ തൃശ്ശൂർക്കാരുടെ ഭാഷയെ പറഞ്ഞ പുലികളാണ്. നിങ്ങൾക്ക് വളരെ സ്മാർട്ടായിട്ട് ഉത്തരം പറയാനായിട്ട് സാധിച്ചു. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി അടുത്ത ഒരു ചെറിയൊരു ടാസ്ക് നിങ്ങളോട് പറയാണ്. ഞാനത് ഒരു ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ പറയണമെന്ന് വിചാരിച്ചത്. അപ്പൊ ഓക്കെ, അത് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ 15 മിനിറ്റല്ലേ കിട്ടുള്ളൂ. 15 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും പറഞ്ഞെത്താൻ പറ്റില്ല. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇത് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. അത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങളത് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മള് പ്രിപ്പോസിഷനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലൊരു പ്രിപ്പോസിഷൻ വെക്കണം. എഗ്രി. എഗ്രി വിത്തും കാണാം. ഇനി ചോദിക്കാതെ റിയാന. ഓക്കെ 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 ഓക്കെ, ചോദിക്കാം ചോദിക്കാം. റിയാന റെഡി ആയിട്ട് നിൽക്കുക എനിക്ക് പറയാനായിട്ട് അല്ലേ? യെസ്, ഓക്കെ. റിയാന, യു വിൽ ഗെറ്റ് ചാൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. റിയാന, യു വിൽ ഗെറ്റ് ചാൻസ്. നോട്ട് വറി. യെസ്. എഗ്രി കഴിഞ്ഞാൽ വിത്ത് ചിലപ്പോൾ കാണാം. എഗ്രി കഴിഞ്ഞാൽ ടു എന്നും കാണാം. എഗ്രി വിത്ത്, എഗ്രി ടു. അത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. പറയാമോ ആർക്കെങ്കിലും? എഗ്രി വിത്ത് കാണാം, എഗ്രി ടു കാണാം. വിത്തല്ലേ? വിത്താണ്. വിത്താണ്. എഗ്രി വിത്ത് വിത്താണ്. പക്ഷേ അതിനകത്തൊരു വ്യത്യാസമുണ്ട്. ഇപ്പോ റസീന പറഞ്ഞ ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് ഓണം സെലിബ്രേഷൻ നടത്തണം എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ റസീനോട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആ ഐഡിയോടാണ് ഇഷ്ടം. അപ്പൊ ഐ എഗ്രി വിത്ത് യു. അതാണ് കറക്റ്റ്. ഐ എഗ്രി വിത്ത് യു. നേരെ മറിച്ച് റസീനയോടല്ല താല്പര്യം. റസീന പറഞ്ഞ ഐഡിയ കൊള്ളാം. അപ്പൊ ഐ എഗ്രി ടു യുവർ ഐഡിയ. അപ്പൊ എഗ്രി വിത്ത് എ പേഴ്സണും ടു എ തിങ്. നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ കോൾ വെച്ച് പറഞ്ഞപ്പോ കോൾ ഓണം പറഞ്ഞ് കോൾ പറഞ്ഞു. സെയിം മീനിങ് ആയിരുന്നു. വിസിറ്റ്, കോൾ ഓൺ. അപ്പൊ
ഒരു വ്യക്തിയെയാണ് സന്ദർശിക്കുന്നതെങ്കിൽ നമ്മൾ കോൾ ഓൺ എന്നും, ഒരു സ്ഥലമാണ് സന്ദർശിക്കുന്നതെങ്കിൽ കോൾ അറ്റ് എന്നും പറയണം. കോൾ ഓൺ എ പേഴ്സൺ, കോൾ അറ്റ് എ പ്ലേസ്, കോൾ അറ്റ് എ പ്ലേസ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഞാൻ ഇതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ ആയിട്ട് വെറുതെ പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞ ചില വാക്കുകളുടെ കൂടി ചില വാക്കുകൾ വരുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് വെക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി എഗ്രി ടു വെച്ച് പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞുതരോ? ഐ എഗ്രി ടു യുവർ പ്രപ്പോസൽ. നിങ്ങൾ പറഞ്ഞ നിർദ്ദേശത്തോട് ഞാൻ യോജിക്കുന്നു. ഐ എഗ്രി ടു യുവർ പ്രപ്പോസൽ ഓഫ് സെലിബ്രേറ്റിംഗ് ഓണം. ഐ എഗ്രി ടു എ തിങ്, THING. ടു എന്ന് പറയുമ്പോൾ ഒരു തിങ്ങും അതിനോടൊപ്പം തന്നെ വിത്ത് എന്ന് പറയുമ്പോൾ എ പേഴ്സൺ. ഐ എഗ്രി വിത്ത് എ പേഴ്സൺ ടു എ തിങ്. ഓക്കെ, അതൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ 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 ഓക്കെ. ഇനി പിന്നെ നമുക്കൊരു 12 മിനിറ്റ് കൂടി ഉള്ളൂ. ഈ 12 മിനിറ്റ് കൊണ്ട് നമ്മുടെ അടുത്ത ചാപ്റ്ററോട് പോകുന്നില്ല. അടുത്ത ചാപ്റ്ററോട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓണമെല്ലാം നിങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചില്ലേ? ഇത്തവണത്തെ ഓണം ഭയങ്കര വിഷമല്ലേ, ഒരുപാട് മരണവും ഇതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. ആഘോഷിച്ചില്ല അല്ലേ? ഇത്രയും പേരൊക്കെ മരിച്ചതല്ലേ, ഭയങ്കരമായിട്ട് ആഘോഷിച്ചൊന്നുമില്ല. ഭയങ്കരമായിട്ട് ആഘോഷിച്ചില്ല എന്ന് പറയുമ്പോൾ ലളിതമായിട്ട് ആഘോഷിച്ചൊന്നല്ലേ? ലളിതമായിട്ട് ആഘോഷിച്ചു. അത്തപ്പൂക്കളത്തില്ല, സദ്യ വലിയ രീതിക്ക് കഴിഞ്ഞ വർഷമൊന്നും വെച്ച കണക്കുള്ള സദ്യകളൊന്നും വെച്ചില്ല. ചെറിയ സിമ്പിൾ ആയിട്ട്, ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല. സദ്യ വേണമല്ലോ, അതുകൊണ്ട് സദ്യ വെച്ചു. സിമ്പിൾ ആയിട്ട് അല്ലേ? അപ്പൊ അമൃത, ഈ 15-ാം തീയതി ഓണം. ആ 15-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങൾ ഇംഗ്ലീഷിൽപ്പെടുത്തും. ഞാനൊരു കൂട്ടുകാരെ ആലോചിക്കാൻ വേണ്ടി കുറച്ച് സമയം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം. I got up at 6 o'clock in the morning, and after that I took my bath. I had my shower. Then I went to nearby temple with my family members, and after that we came back to our home, and I prepared the delicious breakfast for Onam. It includes എന്തൊക്കെ ഐറ്റംസ് അതിന്റെ പേര് പറയാം. And after that we cut the vegetables and we prepared a delicious Onam Sadhya. അതിനെ കുറിച്ച് പറയാം. And afternoon we slept, അല്ലെങ്കിൽ we went to the beach with my children or with my husband and children. അങ്ങനെ ആ ഓണത്തിന്റെ അന്ന് 15-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയും. Okay. I woke up at 6:30 a.m. at the morning. First, I called my husband. He was in Gulf, UAE. And after that, I take my bath. Then I help my mother to prepare breakfast in the kitchen. Okay. Amma makes puttu, banana and payar nendu parnu. Okay, payar. After that, I went to temple with my mother. With my mother. After that, I come back on 9 p.m. From temple. After that, Amma makes Onam Sadhya. I help her by making some dishes. Okay. After that, I dress up my Onakodi. Yes. I dress up my Onakodi. Then I take so many reels. Oh, yes. After that, I eating a small sadhya with some thoran, some type of pickles. After avial, sambar,
പരിപ്പ് പപ്പടം. Yes. Okay. പരിപ്പ് Okay. എന്ന് പറയുന്നത് പരിപ്പിന് ഇംഗ്ലീഷിൽ എന്തിനു പറയണെന്ന് അറിഞ്ഞൂടെ. Okay. Okay. പറഞ്ഞോളൂ. അത് നോക്കണ്ട. Lentil, 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 And then lentil. then I drink payasam with boli that I made. After my sadhya, I take some rest. Then I go to my husband house afternoon. Then on evening, I went to husband's relatives' houses. Then come back almost at 8 p.m. Then ate some food, remains of my onasadhya from my mother-in-law house. Then Yes. I went for sleep. Yes. Okay. അപ്പൊ അവരോടൊക്കെ കുറച്ചൊക്കെ പോയെങ്കിലും നമുക്ക് കാര്യം പിടി കിട്ടി അല്ലേ? എന്ന് പറഞ്ഞെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വി അണ്ടർസ്റ്റുഡ് ദ മാറ്റർ, എന്തൊക്കെയാണെന്ന് നടന്നതുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ശ്രുതി, ഞാൻ ശ്രുതി പറയും. ഞാൻ പറയുന്നത് Yes, പറയും. I got up in the morning and finished my morning course and went to help mom. Helped to Yes. make breakfast in the morning. After breakfast in the morning, we started making sadhya like everyone else. And if we say sadhya, we somehow made all the dishes at home. If I say my favorite dish in sadhya is avial and kuthuberry. Yes. After eating everything in the afternoon, we took a nap. This is my honor celebration. Yes. Okay. Very good. Very good. Very English. Good English. Very good. Very good. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ശ്രുതിയുടെ പേരല്ലേ പറഞ്ഞത്? ശ്രുതി പറഞ്ഞോളൂ. Yes, sir. Sir, Yes, we don't celebrate Onam because my father had passed away on July. Okay. ഞാൻ അന്നത്തെ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. Oh, okay, okay. I woke up at 7 a.m. In the morning and prepared breakfast, dosha, sambar and chutney. Yes. And firstly, we placed it in front of our father's picture and prayed for him. And we prepared, me and my mother prepared a small sadhya with payasam. And we also placed the food in front of our father's picture. Okay. That's it, sir. Okay. Very good. Very good. നന്നായിട്ട് ഇഷ്ടപ്പെടാണ്. Okay. ഉള്ള കാര്യം യുവർ എക്സ്പീരിയൻസ് ഓൺ ദ ഓൺ ഡേ. ഓക്കെ. ഇനി ഒരാൾക്ക് കൂടി അവസരമുണ്ട്. ആരാണ്? Who is next? I wake up 6 o'clock. Yes. And I am ready to cooking our breakfast. Okay. And me and my daughter and all members have prepared to sadhya. Okay. With the sweetie payasam. Okay. And I am wishing to my old friends. Yes. That day. Okay. And take more Onam selfie. Yes. And ഓണസദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണസദ്യ all dishes are prepared and eating our family members because first time I am cooking. First time I am cooking all dishes. Okay.
I am very excited. Excited. Very good. The result of my dishes. But I am wanted because all members നന്നായി പറഞ്ഞു. Very good, very good. Okay. Everybody liked your dishes. Okay. And they appreciated you. അഭിനന്ദിച്ചു അല്ലേ? Okay, very good. But പായസം is cooking my mother. ഞാൻ ഉണ്ടാക്കിക്കോളാം. Is prepared by my mother. Okay. And evening my I am and my all members went to a movie. It's a tourist place. Is it right? And park. നമുക്ക് പറയാം ആ വൈകുന്നേരം ഞങ്ങൾ ആസ്വദിച്ചു. ഞങ്ങൾ ആസ്വദിച്ചു. We enjoyed the evening. Okay. പറഞ്ഞു ശരിയാണ്, പറഞ്ഞത് കറക്റ്റാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ധൈര്യം പറയല്ലേ, ഇത് പറയാനുള്ള ധൈര്യം കഴിക്കല്ലേ. And we are return to home. എത്ര മണിക്ക് സമയം പറഞ്ഞു? At 8 o'clock. 8 o'clock. അപ്പൊ അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. ഓക്കെ. ഇനി വൈകുന്നേരത്തെ ഫുഡ് കഴിച്ച എത്ര മണിക്ക്? അത് കൂടി പറയും. And dinner is 9:30. Okay. And prepared to dress and I went to my home. Yes. ഒരാഴ്ച അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോ. No problem. Because my in my house first എന്ന് വെച്ചാൽ in our new വിരുന്ന് പോകാന്നുള്ളതിന് എന്താ പറയാ? I went into my mother's house. അത്രയല്ലേ ഉള്ളൂ. പറയാൻ വന്നതല്ല, പുതിയ വീട്, ഞങ്ങളുടെ പുതിയ വീട്ടിലെ ഫസ്റ്റ് ഓണമായിരുന്നു. It was the first Onam celebration in our new house. Yes. And I am very happy. The Onam celebration of 2024. But I am very painful that my father is died. Okay. I remembered that moment. Okay. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ക്രിസ്ത്യനൊക്കെ ഒരു ചാൻസ് കൂടി തരാം. ആ ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ആവാം. അതായത് 2-3 മിനിറ്റ് പറയാനായിട്ട് എഴുതാനാണെങ്കിൽ കൊറേ വരുവേ, പറയുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ്. അത് ഞാനൊരു ഐഡിയ പറയാം. സാറ് പറഞ്ഞ ഐഡിയ അല്ലേ? സാറ് കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് റെക്കോർഡിംഗ് ചെയ്തിട്ട്. വോയിസിന്റെ അല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് റെക്കോർഡ് ചെയ്ത് ട്രൈ ചെയ്യാൻ. ഓക്കെ. അതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കുമ്പോൾ കുറച്ചുകൂടി അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. കുറച്ചാളേക്ക് ഇതൊക്കെ റെഡിയാവും. നമ്മള് വാരികേറാൻ വരെയൊന്നും അല്ലല്ലോ.
ഇതൊക്കെ നമുക്ക് ഈയിടയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാം. നോട്ട് പറയും. ഒരു ഡൗട്ട് കൂടെ ടെക്സ്റ്റ് ബുക്കിൽ എത്ര ഈ പേജ് നമ്പർ ഒക്കെ ഓക്കെയാണ്. മൊഡ്യൂൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് തന്നെ മോണ്ടിസോറിയുടെ മൊഡ്യൂൾ 2 അല്ലേ? മൊഡ്യൂൾ 2 ആണോ? ഞാനാണെങ്കിൽ മറ്റു സബ്ജക്റ്റ് ഉദ്ദേശിച്ചത് അല്ല, സാറിന്റെ സബ്ജക്ട് മൊഡ്യൂൾ 2 അത് നമ്മൾ യൂണിറ്റ് വൈസ് എടുത്തെടുത്ത് പറയണ്ടേ. സാർ അപ്പൊ യൂണിറ്റ് വൈസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഫസ്റ്റ് മൊഡ്യൂൾ ടെസ്റ്റിനകത്ത് യൂണിറ്റ് വൈസ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. യൂണിറ്റ് അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് യൂണിറ്റ് നമ്പർ 10 ആണ്. ഓക്കെ സാർ, ഇപ്പൊ മനസ്സിലായി. ഓക്കെ അപ്പോൾ സോ വി വിൽ മീറ്റ് ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ ടാസ്ക് കൂടി ഞാൻ പറയാം. ഓക്കെ, ഇന്നത്തെ പോലെ ക്വസ്റ്റ്യൻ ചോദിക്കണേ. യെസ്, ഓക്കെ. ഓണം ആയിരിക്കില്ല കേട്ടാ, കുറച്ചുകൂടി ഓക്കെ സാർ, ടഫ് ആയിട്ടുള്ള. ഓക്കെ ഐ വിൽ ഡു ദിസ്. ഓക്കെ. Thank you, sir. Okay, welcome. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Sir.